എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനം തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സാറ്റർഡേയിലിട്ട വീഡിയോയിൽ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞത് ഇൻട്രോയിൽ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലേ. അതുപോലെ അത് കണ്ടിട്ട് പലരും എന്നോട് പറഞ്ഞ് സൂക്ഷിക്കുക, അല്ലാതെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. അതൊന്നുമല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പേ ഓമനാൻ്റെ ഒരു വീഡിയോ ഇട്ട് തന്നു. അതും വേണ്ട. ഇപ്പം വയനാട്ടിൽ ഇത്രയും പ്രകൃതി തന്നെ മനുഷ്യനോട് ശോഭിച്ച് ഇരിക്കുക. എന്നിട്ട് ഈ മനുഷ്യർക്ക് നന്നാവണമെന്ന് ഒരു ചിന്തയില്ലെന്നുള്ള അതിൻ്റെ അകത്ത് ഒരു പാവം പിടിച്ച, അവിടെ എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരുന്ന ഒരു പാവം പിടിച്ച മനുഷ്യൻ്റെ ഫോട്ടോയും എല്ലാം ഇട്ടിട്ട് വേണ്ടാത്ത തോന്നിവാസങ്ങൾ ഒരുത്തൻ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് എന്തുവാ പെണ്ണുങ്ങളെ വേണേ ഞാൻ താമസിപ്പിക്കാം, അവൻ വേണ്ടാത്ത അത്രയ്ക്ക് വെറും പന്ന വാക്കുകൾ ഒരുത്തൻ എഴുതിയിട്ടേക്കുന്നു. അതുകൂടാതെ ഒരു ചാനലുള്ള ഒരു ഫാമിലി, അത് ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ഈ ഹെഡിങ് കാണുമ്പോൾ നോക്കുമല്ലേ, അവരുടെ സിസേറിയൻ കഴിഞ്ഞിട്ട് 2 ആഴ്ചയോ 15 ദിവസമോ അങ്ങനെ കണ്ടേ ആയുള്ളൂ. ഒരു പിഞ്ചു കുഞ്ഞുണ്ട്. അവരും ഇടുക്കിയിലെങ്ങാണ്ട്. അന്നേരം അവർ പറഞ്ഞു അവരെ കഴിയുന്നത് ഈ കുഞ്ഞുങ്ങളുണ്ടല്ലേ, മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ, അവിടെ മനസ്സാക്ഷി കൊടുത്ത് അവർ പറഞ്ഞ് ആർക്കെങ്കിലും മുലപ്പാൽ കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ സഹായിക്കണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം, ഒരു കുഞ്ഞിനെ തന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിലൂടെ വളർത്താം എന്നൊക്കെ അവർ പറഞ്ഞു. അതിനെ വാലെ പിടിച്ച് വേറൊരു മനുഷ്യൻ, അതും വേറൊരു മനുഷ്യൻ്റെ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ഏതോ ഒരു ഞരമ്പൻ കമൻ്റ് ഇട്ടായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ യൂട്യൂബിൽ വന്നിങ്ങനെ നമുക്ക് വന്നിന്ന് പണ്ടൊന്നും ഞാനും വീഡിയോയുടെ മുമ്പിൽ വന്ന് ഇന്ന് സംസാരിക്കരുത്, മുഖം കാണിക്കാതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മുഖം ഇപ്പം അതും മനുഷ്യനൊരു പേടിയായിട്ടിരിക്കുക. എന്തൊക്കെ ടെക്നിക്കുമാർ കാണിക്കുന്നത്, മനുഷ്യരുടെ വേറൊരു മനുഷ്യൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് ഐഡ്. അപ്പോൾ അവരുടെ പേര് എല്ലാം നശിക്കാനുള്ള. ഇപ്പം മനുഷ്യർക്ക് ഒരിത്തിരി കിട്ടിയാൽ മതി ആൾക്കാർക്ക് അത് പുകയ്ക്കാൻ. ഒരിത്തിരി തീപ്പൊരി മതി, അത് അവർ പുകച്ച് കത്തിച്ച് വേണ്ടാത്തത് കാണിക്കും. അങ്ങനെ ഈ 2 വ്യക്തികളും നിരപരാധികളാണ്. ഏതോ ഞരമ്പ് രോഗികൾ ചെയ്ത വേല ഇത്. അവരുടെ പേര് എത്രമാത്രം നാണം കെട്ട്. അതുപോലെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയായി. ഇപ്പോൾ യൂട്യൂബ് തന്നെ വീഡിയോ ഇടാൻ തന്നെ നമ്മുടെ ഇങ്ങനെ മുമ്പിൽ വന്നു. കാരണം എനിക്ക് വന്ന അവസ്ഥ പെൻസി പറയുന്ന എടി അത് മലയാളികളായിരിക്കത്തില്ല ആ ഇട്ടത്. അവർ ഇപ്പോൾ ഈ ഗൂഗിളിൻ്റെ അകത്തൊക്കെ നമ്മൾ വോയിസ് പറയുമ്പോൾ അവർ മലയാളത്തിൽ തന്നെയൊക്കെ ഭാഷ എഴുതുന്നതൊക്കെ ഒരു ഇല്ലേ, അതുപോലായിരിക്കും. അതായത് നല്ല മലയാളവും അല്ലായിരുന്നാ എഴുതിയത്. അങ്ങനെയൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ പ്രകൃതിയും ദൈവവും എല്ലാം ഈ പ്രകൃതിയോട് തന്നെ ദൈവം കോപിച്ചിരിക്കുന്നത്. എന്നിട്ടും മനുഷ്യർക്ക് നന്നാവണമെന്നില്ല. അവർ ഇത്രയൊക്കെ ഇങ്ങനൊരു സംഭവം നടക്കുന്ന, എന്നിട്ട് അവിടെയും വന്ന് ഈ പാവങ്ങളെ ക്രൂശിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോയെന്ന് പറ. അതൊക്കെ പോട്ടെ, എന്തോ ചെയ്യാനാ. ദൈവഭയവും ഇല്ല, ഒന്നുമില്ലാതെ ഓരോരുത്തരിങ്ങനെ നടക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാനൊരു പുതിയ ഒരു അച്ചാറിടുന്നുണ്ട്, എണ്ണമാങ്ങ. അത് എന്ന് പറയുന്നത് ഇരിക്കും തോറുമാണ് നല്ലത്. വർഷങ്ങളോളം അത് ഇരിക്കുന്നതാണ്. പക്ഷേ അത് ഇരിക്കുന്നതനുസരിച്ചാണ് അത് ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ഇട്ടതാ. ഞാനങ്ങനെ ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇട്ടിട്ടിപ്പം 3-4 ദിവസമായി. അതുപോലെ റീച്ചാൻ ഇപ്പോഴൊന്നുമല്ല, കുറച്ച് നാൾ മുമ്പിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. കുഞ്ഞിലെ അവരുടെ മമ്മി ചെയ്ത് കൊടുത്ത കാര്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്നാ അത് പറയേണ്ടത് എൻ്റെ അടുത്ത് നേരത്തെ. അപ്പം ഞാൻ പറഞ്ഞ് അന്നേരം ഇപ്രാവശ്യം ഞാനത് ചെയ്ത് കൊടുത്തിട്ടാണ്. എന്തോ അത് വീഡിയോയിൽ കാണേ. ഓക്കെ. അപ്പോൾ രാവിലെ ഞാൻ ഇഡലി ഉണ്ടാക്കി. ആദ്യം ഇഡലി ഉണ്ടാക്കിയിട്ട് അത് അങ്ങ് കല്ല് പോലെ ഇരിക്കുന്നു. ഒരിച്ചിരി സോഫ്റ്റ് ഉണ്ട്, പക്ഷേ അതിവിടെ ഉള്ളവരൊന്നും കഴിക്കത്തില്ല.
അപ്പം ഞാൻ പിന്നെ കട്ടി കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച്. എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ സെയിം അത് തന്നെ അതുപോലെ അളവ് പിറ്റേ ദിവസം ഇട്ടിട്ട് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. കാര്യം ഞാൻ അന്ന് എന്തോ ഇതെന്നോ ഈ അരി അരച്ചുകൊണ്ടിരുന്നോണ്ട് എൻ്റെ കണ്ണിൽ ആ റാഗിപ്പൊടി കണ്ട്. ഞാൻ തന്നെ പൊടിച്ച് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒത്തിരി സോഫ്റ്റ് പോലല്ല ഞാൻ പൊടിച്ചത്. ഇത്തിരി ഞാൻ അരിച്ചുണ്ടെങ്കിൽ ഇത്തിരി തരിതരിപ്പോടാ പൊടിച്ച് വെച്ചത്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് മാവിൻ്റെ അകത്ത് ഇട്ടൊന്ന് അരയ്ക്കാമെന്ന് പറഞ്ഞ് ചെയ്ത്. ഇനി അതിട്ടിട്ടാണോന്നും എനിക്കറിയത്തില്ല. എന്തുവാന്നേലും ഇഡലി സോഫ്റ്റായിട്ട് വന്നില്ല. ദോശ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ദോശയാണ് പിന്നെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കട്ടി കുറച്ച ദോശ ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഡലിയാണ് ഞാൻ കഴിച്ചത്. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, അതുപോലെ ഇവർ അഡ്ജസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ട്രിപ്പ് 10 ഇഡലി ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ എന്തോ ഇതെന്നോ ഇച്ചിരി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് എണ്ണയിലൊന്ന് ആദ്യം ഒന്ന് 2 പീസൊന്ന് വറുത്ത് നോക്കി. വറുത്താണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ്. ഞാൻ ഇവന് പ്രൈസിന് ടിഫിൻ കൊടുക്കാനായിട്ടാണ് ചോദിച്ചത്. എന്നിട്ട് ഞാൻ വറുത്തിട്ട് അവനൊന്ന് തിന്നാൻ കൊടുത്തിട്ട് അവൻ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ ഞാൻ അതിട്ട് ഒന്ന് വറുത്ത് കൊടുത്ത്. അപ്പം സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്നോണ്ടേ എൻ്റെ അടുത്ത് വൈകിട്ട് വന്ന് പറഞ്ഞ്, മമ്മി എനിക്കിനി മസാല ഇഡലിയേക്കായി നല്ല ഇതുപോലെ തന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, മോനെ എണ്ണയത് അതന്ന് മമ്മിക്ക് ആ ഇഡലി ശരിയാവാഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്ത് തന്നെന്ന് പറഞ്ഞു. എന്തുവാന്നേലും ആ ഇഡലി ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് റെഡിയാക്കി കൊടുത്ത്. അപ്പം എല്ലാവരും പറഞ്ഞു അത് ഇപ്പോൾ ഉണ്ടാക്കിയുണ്ടേ ബാക്കി ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിച്ചിട്ട് ഞാനും 4 ഇഡലി എടുത്തിട്ട് ബാക്കി ഇഡലി ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ പീസാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ പോളിനത് ഇഷ്ടപ്പെട്ടില്ല. റേച്ചാനും കൊച്ചനും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ബ്രൈസമ്മോനെയൊക്കെ എല്ലാം ഒന്ന് ഒതുക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു രാവിലെ. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോൾമോനോട് പറഞ്ഞ്, എടാ മോനെ നമ്മുടെ വാക്യൂം ക്ലീനർ അവൻ കിടക്കുന്ന ബെഡിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. അത് ഈ എടുക്കാനും പൊക്കാനുമുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ എടുത്ത് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ഫ്രണ്ട് റൂമിലെ ഞാൻ പറഞ്ഞില്ലേ ഒരു സൈസ് സ്റ്റോൺ പോലുള്ള ഒരു ടൈലാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ പൊടികൾ ശരിക്കും ഇങ്ങനെ കയറിയിരിക്കും. നമ്മൾ ചൂലും കൊണ്ട് തൂത്താലും അതങ്ങോട്ട് പോകത്തില്ല. നമ്മുടെ ഈ നോർമൽ ഭിത്തിയാണെങ്കിൽ നമുക്ക് ചൂലും കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ഉടനെ അതങ്ങ് പോവും. പക്ഷേ ഇതാണെങ്കിൽ ചൂലും കൊണ്ട് അടിച്ചാലും ഇത്തിരി ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പൊടികൾ കയറിയിരിക്കും. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ടയല്ല, ഇടയ്ക്കിടയ്ക്ക് കുണ്ടും കുഴിയും പോലുള്ള ഇതാണ്. അതുകൊണ്ട് അപ്പോൾ അവനോട് പറഞ്ഞുണ്ടെങ്കിൽ അവനും ചെയ്യും. പക്ഷേ അവൻ ചെയ്യുന്നത് വെറും വേസ്റ്റ്, കറണ്ട് പോകത്തേ ഉള്ളൂ. നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് പോലെ അവൻ ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് രാവിലെ എനിക്ക് തോന്നിയപ്പോൾ ഞാനങ്ങ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ ഇടയ്ക്ക് പോയി കുറച്ചൊക്കെ ചെയ്തു. പക്ഷേ എനിക്കത് ചെയ്തുകൊണ്ട് നിൽക്കാൻ നല്ലതാണ്, പെട്ടെന്നെല്ലാം ശരിയാവും. പക്ഷേ അവൻ ഇങ്ങനെ തൊട്ടൊരിടത്ത് ഇങ്ങനെ പതുക്കെ ഇരിക്കും. ഞാൻ പറഞ്ഞിടാ ഇങ്ങനെ ചെയ്യട്ടെ, ഫാസ്റ്റ് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അവന് അത്ര അങ്ങോട്ട് പ്രാക്ടീസ് ഇല്ല. ഞാൻ അന്നേരം അടുക്കളയിൽ ഇവൻ്റെ അടുത്തുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന്, അടുക്കളയിലെ ജോലി അങ്ങോട്ട് ശരിക്കും നടന്നോ അതുമില്ല, ഇവിടുത്തത് ശരിക്കും നടന്നോ അതുമില്ല. അവൻ എന്നിട്ട് ഫ്രണ്ട് റൂമിലെ ചെയ്തിട്ട് എന്തോ ഇതെന്നോ അവൻ പെട്ടെന്ന് കൊണ്ടുവന്ന് അതെല്ലാം കൂടെ ഒന്ന് വേസ്റ്റ് കയറുമല്ല, പിന്നെ ആ പൊടികളെല്ലാം കയറുന്ന അതങ്ങ് കഴുകാനായിട്ടങ്ങ് വെള്ളത്തിയിട്ട്. എന്നാൽ എനിക്ക് എൻ്റെ മുറിയിൽ ആ ജനലിൻ്റെ അവിടെയും കൂടെ ഒന്ന് ചെയ്യണമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ് അതവിടെ വെച്ചേരാം, ഞാൻ കഴുകിക്കോളാം, നീ ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനതെടുത്ത് കഴുകി ഇങ്ങെടുത്ത് വെച്ച്. ഇനി പിന്നെ ഒരു ദിവസം ഇനിയും ഇവിടെ ചെയ്യാമെന്ന് വെച്ച്. പിന്നെ എനിക്ക് തോരൻ വയ്ക്കാൻ ഞാൻ കാബേജൊക്കെ അരിഞ്ഞായിരുന്നു. അപ്പം അടുക്കളയിൽ അങ്ങനെ അധികം ചോറും കറിയൊന്നും വെക്കണ്ട അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് രാവിലെ ഇത് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും പോകേണ്ടി വരും. അതുകൊണ്ട് ഇച്ചിരി ജോലി ഉള്ളെന്നും പറഞ്ഞ് ഇരുന്നതാണ്. പക്ഷേ അന്ന് ഈ ഒരു തോരൻ വെച്ചത് തന്നെ കുറേ സമയമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകിയെടുത്തു. തുണികൾ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ റീച്ചാൻ കുഞ്ഞിലെ റീച്ചാൻ പ്രീസമോൻ്റെ ഒരു വയസ്സ് ആ പ്രായമൊക്കെ ഉള്ളപ്പോഴും മമ്മി മരിച്ചതാണ്. പക്ഷേ ഇതൊന്നാലും റീച്ചാൻ ഓർമ്മയുണ്ടായിരുന്നു എന്നുള്ളത്. എന്നോട് കുറച്ച് നാൾ മുമ്പിട്ടേ ആദ്യം ഞാൻ മാങ്ങ വാങ്ങിച്ച സമയത്ത് ഞാൻ മാങ്ങ വാങ്ങിച്ച് ഇട്ടില്ലേ, അച്ചാറിട്ടില്ലേ, അന്നേരം എന്നോട് പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഈ വെള്ളത്തിയിട്ട് ഉപ്പിലിട്ട് അതുപോലെ. ഞാൻ ചോദിച്ചു മുഴുവനെയാണോ അല്ല കീറിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും നാളായിട്ട് എന്നോട് എന്താ പിന്നെ പറയാഞ്ഞത്, ഇതിന് വലിയ ജോലിയുണ്ടോ, ഞാൻ ചെയ്തു തരത്തില്ലായിരുന്നോ.
അപ്പോൾ ഒന്നും ആളങ്ങനെ എനിക്കത് വേണം ഇത് വേണോ എന്നുള്ള പറച്ചില്ല. ഇത് എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇതങ്ങ് വായിന്ന് വന്നതാണ്. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ടൈപ്പ് ഇഷ്ടമല്ല, ഞാനതിട്ട് ചെയ്തിട്ടുമില്ല. പിന്നെ ഞാൻ അമ്മയടുത്ത് വിളിച്ച് ചോദിച്ചു, അമ്മ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് സാധാരണ കാന്താരി മുളകൊക്കെ ഇതിന് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കാന്താരി മുളകൊന്നും ഇല്ലാഞ്ഞ് ഇവർക്കങ്ങനെ എരിയും വേണ്ട, ഞാൻ അറിയാതെ ഒരു 3-4 പച്ചമുളക്, ഞാൻ ആ പച്ചമുളക് കീറിയിട്ട് എന്തോ ഇതെന്നോ ഒരിച്ചിരി ഒന്ന് ഒരു സ്വല്പം ഒരു 1-2 ഡ്രോപ്പ് ഇട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒന്നൊന്ന് വാട്ടിയ പച്ചമുളക്, പച്ചക്കിട്ടില്ല. അപ്പോൾ എന്നോട് ഞാനങ്ങനെ ചെയ്യാൻ കാര്യം പച്ചക്കിട്ടിട്ട് ഇനി അത് പൂക്കുമോ എന്നുള്ള ഇതാണ്. ഇത് അധികം ഒന്നുമില്ല, 1 കിലോയുടെ ഒരു ബോട്ടിലായത്. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇത്തിരി ഉപ്പും വെള്ളവും ഇച്ചിരി വിനാഗിരിയും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് അത് തണുത്ത് ഒരിളം ചൂടിൽ ഇതിലൊഴിച്ച്, എന്നിട്ട് അത് പക്ഷേ നമ്മൾ സ്പൂണും കൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ അടിയിലോട്ടങ്ങ് പോകും. പക്ഷേ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആ മാങ്ങയെല്ലാം മുകളിലോട്ട് ഇനി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരാഴ്ച, അന്നേരം വന്ന ഉടനെ ഞാൻ ഓഫീസിൽ വന്നോടെ ഞാൻ പറഞ്ഞു ഇതാണ്ട് കഴിച്ചതിന് വേണ്ടി ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ഇങ്ങനെയുള്ള കളറല്ല, ഒരു യെല്ലോ കളറാണെന്നത്. അത് ഞാൻ പറഞ്ഞു ഇരുന്ന് അതങ്ങ് യെല്ലോ കളറാവും, അതിരുന്നൊന്ന് പഴകണമെന്ന് പറഞ്ഞു. അങ്ങനെ തിന്നാൻ ഇഷ്ടമാണെന്ന് പറയുന്നു. എന്തോ അന്നേരം ഞാനങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ രാത്രിയായി, അപ്പം ഞാൻ ബാക്കിയുള്ള ഇച്ചിരി മാങ്ങ എണ്ണമാങ്ങ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇതുപോലൊരു പൂള് അതിങ്ങനെ 2 ആക്കി. അങ്ങനെ ഒരു 1.5 കിലോയോളം കാണും. പക്ഷേ ഇത് നമ്മൾ ഒരു 1.5 കിലോ മാങ്ങ എടുത്ത് ഉണ്ടാക്കിയിട്ട് നമുക്കത് കിട്ടുന്നത് ഒരു 1/2 കിലോ എങ്ങാണേ കിട്ടൂ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാം ഞാൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഗ്യാസിൻ്റെ അവിടെ വയ്ക്കാൻ മറന്നുപോയി. അത് എൻ്റെ ചിന്ത ഞാൻ സെറ്റാക്കിയെന്നാ. ഇങ്ങനെ മുങ്ങിക്കിടക്കണേ. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. അയ്യോ കാണിച്ചില്ല. ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മുങ്ങിക്കിടക്കണേ മാങ്ങ. എന്നിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി ഇട്ട് തിക്കിയിട്ട് ചെയ്യല്ലേ, മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. മൂത്ത് താണ്ട് ചിലത് പൊള്ളി ഇങ്ങനെ വരും, അതേപോലെ ആവണേ. ഇപ്പം സ്റ്റാർട്ടിങ് നമ്മളിങ്ങനെ ഇളക്കുന്നുണ്ടേ സ്പൂണിലൊരു സോഫ്റ്റ് പോലെ ഇതിരിക്കും. ഇപ്പോൾ ഇത് ഇച്ചിരി നല്ല കട്ടി പോലായിട്ടുണ്ട്. അങ്ങ് കിലുകിലാ കേൾക്കത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ പൊങ്ങി ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. വേണ്ട ഇത് കണ്ടോ, ഇങ്ങനെ മുള പോലെ വന്നിട്ട് ഉണ്ടോ. ഇച്ചിരി നന്നായിട്ടൊരു കളറാവട്ടെ. അപ്പോൾ ഇതിന് ഒത്തിരി എണ്ണ വേണ്ട. ഞാനൊരു ചെറിയ പാത്രം എടുത്തത്, കാരണം ഒരു 3-4 പ്രാവശ്യം വറുത്തെടുത്താൽ മതി. എണ്ണയൊന്നും ഇതിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. നമ്മൾ സാധാരണ അച്ചാറിടുമ്പോൾ അതൊന്ന് മുങ്ങിക്കിടക്കണ്ടേ നമുക്ക്. മീൻസ് നമ്മൾ അച്ചാറിട്ടാലും അതിൻ്റെ മുകളിൽ ഓയിൽ നിൽക്കണം. അങ്ങനെ എന്നാലേ നമ്മൾ ഒത്തിരി നാൾ വെച്ചേക്കാനാണെങ്കിൽ എന്നാലേ അത് കേടാകാതിരിക്കത്തെന്നുള്ളൊക്കെ ഒരു ഇതുണ്ടല്ലോ. ഇതങ്ങനല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലേ ഒഴിച്ചുള്ളൂ. ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചത്. എന്നിട്ടത് പിന്നെ കുറേശ്ശെ ഇങ്ങനെ കൊച്ചു പാത്രമാകുമ്പോൾ നമുക്ക് കുറേശ്ശെ മാങ്ങയോട്ട് മുങ്ങിയും കിടക്കും, കുറേശ്ശെ വറുത്തും എടുക്കാം. അപ്പം ഇതിൽ നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ കറിവേപ്പില അങ്ങനെയുള്ള ഒന്നും ചേർക്കത്തില്ല. ഉള്ളി, ഈ ഓയിലും, ചിലർ മഞ്ഞൾപ്പൊടി ചേർക്കും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയുമേ ചേർക്കത്തുള്ളൂ. ഇത് ഇച്ചിരി കട്ടി കുറച്ച് നമ്മൾ ഇങ്ങനെ അരിയുമ്പോൾ നമ്മുടെ വറുത്ത് തിന്നുന്ന ചീനി ഉണ്ടല്ലോ, കപ്പ, അതുപോലെ ഇങ്ങനെ കുമ്മിളിച്ച് പൊങ്ങി വരും. അതുപോലെ വരണം. ഇങ്ങനെ കിലുക്കുന്നുണ്ടെങ്കിൽ കിലുകിലാ സൗണ്ട് കേൾക്കും. പക്ഷേ ഒത്തിരി അങ്ങ് നമ്മൾ ചിപ്സൊക്കെ ഇട്ട് കിലുക്കുന്ന പോലുള്ള സൗണ്ടല്ല, എന്നാലും ഒരുമാതിരി സൗണ്ട് കാണും. അപ്പോൾ ഇത് നന്നായി ഇങ്ങനെ വറുത്തെടുക്കണം. ഒത്തിരി അങ്ങ് തിക്കി ഇടാതെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് അത് കരിച്ചിങ്ങനെ എടുക്കരുത്. നന്നായി അത് വഴന്ന്, എന്നാലേ അത് കേടാകാതെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് വറുത്ത് കോരി എടുക്കട്ടെ. കണ്ടോ കിട്ടണ സൗണ്ട്. അത് ഞാൻ എടുത്ത് പാത്രത്തിൽ ഇടാൻ നേരം വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അതാ വീണ്ടും ഞാനൊരു ഇച്ചിരി എടുത്തിട്ട് കേൾപ്പിച്ചത്. നമ്മൾ പാത്രത്തിൽ ഇടുന്നുണ്ടെങ്കിൽ കിലുകിലാ സൗണ്ട് കേൾക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ
ചീനച്ചട്ടി എടുത്ത് ഒട്ടും വെള്ളം കാണില്ല ആ പാത്രം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, ഇത് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. ഒരു 1.5 കിലോ ഇതുണ്ടല്ലേ, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത്, ഇതിനേക്കാൾ എരിവ് വേണ്ടിയവർക്ക് കുറച്ചുകൂടെ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാനിപ്പോൾ എന്തുവാന്നേലും ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും, ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടി പോട്ടെ, ഉലുവാപ്പൊടി, കായപ്പൊടി ഒരു 3/4 ടീസ്പൂണോളം രണ്ടും കൂടി ഇട്ട് ഇച്ചിരി നമ്മൾ ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായി ചെറിയ തീയിൽ ഈ മുളക് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം മസാലയുടെയൊക്കെ ഒരു പച്ചമണം പോകണം. അതുകൊണ്ട് ചെറിയ തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഞാനൊരു പീസ് എടുത്ത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഇതൊരു ഒരാഴ്ചയെങ്കിലും ഇരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അതെങ്ങനെ ഉണ്ടെന്നുള്ളത്. പണ്ട് ഞങ്ങളുടെ അമ്മ ഈ മാങ്ങ ഉണങ്ങിയിട്ടേ അടമാങ്ങ ഉണ്ടാക്കുമായിരുന്നു. അടമാങ്ങ എന്ന് പറയും. അതും കണ്ടിട്ട് ഇതുപോലൊക്കെയാണ് അതും ഇരിക്കുന്നത്. വെയിലത്ത് വെച്ച് നന്നായി ഇതുപോലെ പൂളിയിട്ട് ഉണങ്ങുന്നുണ്ടെങ്കിൽ അതങ്ങ് നന്നായി ചുരുങ്ങും. എന്നിട്ടത് നമ്മൾ ഉപ്പിലിടുന്ന പോലെ അതിന് അടമാങ്ങ എന്നാണ് പറയുന്നത്. അടമാങ്ങ അച്ചാർ ഇടുമായിരുന്നു. ഇപ്പോഴൊന്നും ആരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ആരാ ഇതിനൊക്കെ മെനക്കെടുന്നത് ഇപ്പം ആ 1.5 കിലോ മാങ്ങ കണ്ട ഇത് നമ്മൾ വറുത്തുണ്ടേ അതങ്ങ് ആകെ അങ്ങ് വെള്ളമൊക്കെ അതിൻ്റെ അങ്ങ് പോയി ആകെ വെയിറ്റ് തീരെ കുറഞ്ഞ്. ഞാൻ അച്ചാർ ഞാൻ അളന്ന് വെയിറ്റ് നോക്കിയ ഉടനെ 1.5 കിലോയിൽ 1/2 കിലോയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്നിട്ടിത് മാങ്ങ ചെറിയ തീയിൽ കിടക്കുക കേട്ടോ. ആ പൊടിക്കകത്ത് ഈ മാങ്ങ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ആ പൊടികളെല്ലാം മാങ്ങയ്ക്കകത്ത് ഒന്ന് പിടിക്കത്തക്ക വിധത്തിൽ. എന്നിട്ട് നമ്മൾ മാങ്ങ വറുത്ത ഓയിലുണ്ടല്ലേ, അതിൽ നിന്ന് ഇച്ചിരിച്ച് ഓരോ സ്പൂൺ ഒഴിച്ച് വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലകളെല്ലാം ആ മാങ്ങയ്ക്കകത്തൊന്ന് പെരണ്ടൊരു ആ വെറ്റ് പോലെ ഒന്നാവണം. ആ ഡ്രൈ പരുവം മാറിയിട്ട് ഒരു ഇത്തിരി സോഫ്റ്റായിട്ടുള്ള പരുവം വേണം. എത്ര അത് നിങ്ങൾ ഓയിലിന് അങ്ങനെ ഒരു കണക്കില്ല കേട്ടോ, എത്ര ഒഴിക്കണമെന്നുള്ളത്. ആ മാങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് പെരണ്ട് വരണം മസാലകളെല്ലാം. എണ്ണയും താണ്ട ഞാൻ 1 കപ്പ് എണ്ണ ഒഴിച്ചിട്ട് അത് ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.